ഏറ്റവും എക്കണോമിക് ആയിട്ട് ലക്ഷറിയസ് ആയിട്ട് ഒരു ക്രൂസ് ട്രിപ്പ് നടത്തണമെന്നുണ്ടോ എന്നാൽ നേരെ ആൻഡമാനിലേക്ക് വന്നാൽ മതി. ഞങ്ങൾ വന്ന് പോർട്ട് ബ്ലെയർ ടു ദിഗ്ലിപ്പൂരിലേക്ക്. ഇത് എൻ്റെ പുറകെ കാണുന്ന സിന്ധു, അത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ടാക്കി ഈ സിന്ധു ആണ് ഇതിൻ്റെ ഒരു അടിപൊളി ഓപ്ഷൻ. നമ്മൾ പോർട്ടിൽ നിന്ന് നീങ്ങി തുടങ്ങി. വെൽക്കം ടു സിന്ധു. ഇനിയുള്ള 12 മണിക്കൂർ നമ്മൾ ഈ അടിപൊളി ഡിലക്സി റൂമിലാണ് താമസിക്കാൻ പോകുന്നത്. ഈ കടൽ ഒരു രക്ഷയില്ല. നമ്മൾ ഈ കപ്പലിൻ്റെ മേലത്തെ ഓപ്പൺ ഡെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഈ കടൽ നോക്കി നിൽക്കാം. പിന്നെ ഒരു ബുക്കും കൂടെ ഉണ്ടെങ്കിൽ പറയും വേണ്ട, ഇവിടെ ഇരുന്ന് സമയം പോകുന്നതേ അറിയില്ല. അങ്ങനെ ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിൽ നിന്നും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ദിഗ്ലിപ്പൂരിലേക്ക് നമ്മൾ ഇന്നൊരു ക്രൂയിസ് ഷിപ്പ് ട്രിപ്പ് നടത്താൻ പോവാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഷിപ്പ് യാത്രയുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം നമ്മുടെ ഈ ഷിപ്പ് സെയിലിംഗ് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ആൻഡമാനിലെത്തിയിട്ട് പോർട്ട് ബ്ലെയറിൽ നിന്ന് ദിഗ്ലിപ്പൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നത് ഈ ഷിപ്പിലാണ്, സിന്ധു. അപ്പോൾ നമ്മൾ കയറാൻ പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് ഷിപ്പ് എക്സ്പീരിയൻസ് ആണ്. ശ്രീവിജയപുരത്തു നിന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 മണിക്കാണ് നമ്മുടെ വോയേജ് പുറപ്പെടുക. 12.5 മണിക്കൂറിൻ്റെ ജേണിയാണ് കേട്ടോ ദിഗ്ലിപ്പൂരിലേക്ക്. അപ്പോൾ രാവിലെ 9:30 എത്തും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങുക. ആൻഡമാൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷിപ്പാണ് സിന്ധു. ഇത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡാണ് മാനുഫാക്ചർ ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അഭിമാനകരമായ കാര്യമാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഈ ഷിപ്പിലെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ക്യാബിനാട്ടോ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്, ഡിലക്സി. അപ്പോൾ ഒട്ടും വഴുകുന്നില്ല, നമ്മുടെ ഡിലക്സി റൂമിൻ്റെ ഇൻറ്റീരിയർ കാണിക്കാം. ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റിംഗ് സ്പേസ്, ഒരു കുഞ്ഞ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ 2 വിശാലമായ ബെഡ് ഉണ്ട്. ഈ ബെഡിൻ്റെ താഴെയായിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഇത് പ്രസ് ചെയ്താൽ നോബ് പുറത്തേക്ക് വരും. സ്റ്റോറേജാണ്. അടുത്ത സ്റ്റോറേജിൽ നമുക്ക് ഇവർ ലൈഫ് ജാക്കറ്റൊക്കെ വെച്ചതായിട്ട് കാണാം. കണ്ടില്ലേ, എല്ലാ നോബും അങ്ങനെ തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, ഇനി ഇവിടെ നല്ലൊരു വിൻഡോ ഉണ്ട്. ഇതിങ്ങനെ നമ്മളവിടുത്തെ വിൻഡോ പോലെയില്ല, ഇങ്ങനെ തിരിച്ചൊക്കെ തുറക്കണം. ഇതാണ് നമ്മൾ വിൻഡോയിലൂടെ കാണുന്ന കടൽ. ഈ കപ്പല് കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് AC ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വിൻഡോസ് തുറക്കാറില്ല, ഇടയ്ക്കേ തുറക്കാറുള്ളൂ. പിന്നെ ഇവിടെ എല്ലാ സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. ഇതെന്താ പറയുക, ഇത് ഫാനിന്റെ റെഗുലേറ്റർ പോലെ തോന്നും, പക്ഷേ അല്ല. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അനൗൺസ്മെന്റ് വരും. ക്യാപ്റ്റൻ ആയാലും മറ്റാൾക്കാരുടെ അനൗൺസ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു പോർട്ടിൽ എത്താറായാലും അനൗൺസ് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ വോളിയം നമുക്ക് തന്നെ റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ രാത്രി കിടക്കുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് വെക്കാം, കൂട്ടാം. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. പിന്നെ നമുക്ക് ബെഡിന്റെ സൈഡിൽ ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, റീഡിംഗ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വാട്ടർ ഹോൾഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരു ഫാൻ 2 സൈഡിലേക്ക് സ്വിങ്ങിങ് ആംഗിൾ വെച്ചിട്ടുണ്ട്. പിന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രാവൽ ഒരു 12 hours ആയിരുന്നു. അപ്പോൾ 12 hours കൂടുതലുള്ള മൾട്ടി ഡേയ്സിൻ്റെ ട്രാവലിനും പോകുന്നുണ്ടാവുമായിരിക്കും ഈ കപ്പൽ. എല്ലാവരും ഇത്ര അധികം ഫെസിലിറ്റീസ് ഇവിടെ കണ്ടില്ല. ഇപ്പം ഞാൻ ഗോപ്രോൻ്റെ ബാറ്ററി ചാർജ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു നല്ല വർക്ക് ഡെസ്ക് ഉണ്ട്. അപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതലൊക്കെ ട്രാവൽ ചെയ്യുന്നവർ വർക്കും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ, സ്വസ്ഥമായി വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നല്ലൊരു ഫ്രിഡ്ജ് ഉണ്ട്, കണ്ടോ, ഒരു ഫ്രീസർ ഏരിയ ഉണ്ട്. ഇത് പിന്നെ നല്ല വിശാലമായ വാർഡ്രോബ് ക്ലോസറ്റ് ഉണ്ട്. ഇതും ഇതേപോലെ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതാണ്. 2 എണ്ണം ഇങ്ങനത്തെ ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഷർട്ട്സ് ഒക്കെ ഹാങ് ചെയ്യുന്ന കണ്ടില്ലേ, ഇങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ വരും. ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കുഞ്ഞി ടോയ്ലറ്റ് നമ്മൾ കയറുന്ന സൈഡിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു ഡിലക്സി റൂം. സിന്ധു എന്ന് പറഞ്ഞ ഷിപ്പിൽ നമ്മൾ എടുക്കുന്ന ഒരു ഡിലക്സി റൂം കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ഫെയറും കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ഈ നോട്ട് ചെയ്ത് എഴുതി കാണിച്ചു തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ എന്തായാലും മിസ് ചെയ്യരുത്. ദിഗ്ലിപ്പൂരിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പോർട്ട് ബ്ലെയറിൽ ബസ്സിൽ 12 മണിക്കൂറിൽ ഇരിക്കുന്നതിന് പ്രിഫർ ചെയ്യേണ്ടത് ഒരു ഷിപ്പിൽ 12 മണിക്കൂർ ഇരിക്കുന്നതാണ്. ഇപ്പൊ നമ്മള് ഡിലക്സി നമ്മുടെ റൂം കണ്ടു. ഇനി അടുത്ത ഇവിടെ ഉള്ള ഒരു ക്ലാസ് ബങ്കർ ക്ലാസ് ആണ്. അതായത് സാധാ ടിക്കറ്റ്, ബങ്കർ ടിക്കറ്റിൽ അവർക്ക് കിടക്കാനുള്ള രാത്രി അറേഞ്ച്മെന്റ് എങ്ങനെയാ വെച്ചാൽ ഇതേപോലെ ബങ്കർ ബെഡ്സാ. മേലൊരാള് താഴൊരാള്, ഇങ്ങനെ
ഒരുപാട് റോസ് ഉണ്ട്. ഇവിടെ കണ്ട് ഇങ്ങനെ ഒരു കേർട്ടൻ ഉണ്ട് ഇവർക്ക്. കിടക്കുമ്പോൾ ലൈറ്റിന്റെ പ്രശ്നമൊന്നും വരില്ല. അതിന് ഫാൻ ഉണ്ട്. പിന്നെ നമ്മളെ റൂമിലുള്ള പോലെ തന്നെ ഹാങ്ങിങ് സംഭവങ്ങളുണ്ട്. അപ്പൊ സിംഗിൾ ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സും ഡിലക്സി റൂമും അല്ലാണ്ട് ബങ്കർ ഒരു നല്ല ഓപ്ഷനാണ്. ഈ സിറ്റിംഗ് സീറ്റാണ് നമ്മൾ തിരിച്ച് പോർട്ട് ബ്ലെയറിലേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്. പകൽ യാത്രയുണ്ട് സിറ്റിംഗ് സീറ്റാണ്. ഇതിന് 1675 പെർ ഹെഡാണ് വരുന്നത്. പിന്നെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവർക്കും ഉണ്ട് ഇതേപോലെ ഒരു ചെറിയ സിറ്റിംഗ് സ്പേസ്, ഒരു ചെറിയ ചെയറും സോഫയൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ 4 ബങ്കർ ബെഡാണ്, 2 സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇവർക്ക് ഒരു അടിപൊളി വിൻഡോ ഉണ്ട്. ഇനി തന്നെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ 4 എന്നുള്ളത് 6 ബങ്കർ ബെഡാവും. അത്രേ വ്യത്യാസമുള്ളൂ. പിന്നെ ടോയ്ലറ്റ് ഏരിയ ഒക്കെ ഈ സിറ്റിംഗ് സീറ്റിനായാലും ഫസ്റ്റ് ക്ലാസ്സിനും സെക്കൻഡ് ക്ലാസ്സിനും ബങ്കേഴ്സിനൊക്കെ കോമൺ ആണുള്ളത്, അറ്റാച്ച്ഡ് ഇല്ല. കോമൺ ടോയ്ലറ്റ് ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ആണ്. നല്ലൊരു ഷവർ ഏരിയ, വാഷ് ബേസിൻ ഏരിയ, പിന്നെ ക്ലോസറ്റ് ഏരിയ എല്ലാം വളരെ ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കപ്പലിൽ കയറുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പേടി സീ സിക്നസ് ഉണ്ടാവുമെന്നാണ്, ഈ തലകറക്കം ഛർദിയൊന്നും. പക്ഷെ അങ്ങനത്തെ ഒരു പരിപാടിയും ഉണ്ടായില്ല കേട്ടോ ഈ കപ്പലിൽ. അപ്പോൾ ആദ്യമായിട്ട് കപ്പലിൽ കയറിയ ഒരു അനുഭവത്തിലെ ഒരു വെളിച്ചത്തിലൊരു ടിപ്പ് തരികയാണെങ്കിൽ, കപ്പലിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട സ്നാക്സും സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ വാങ്ങി വേണമെങ്കിൽ കയ്യിൽ വെക്കാം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട ഫിലിംസോ എന്തെങ്കിലും പ്രോഗ്രാംസോ പിന്നെ മ്യൂസിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഇപ്പം അജ്മൽ ഈ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ ബാക്ക് കാണാനാണ് കിച്ചൺ. പിന്നെ ഈ വലിയ ഹാളില്ലേ, ഇത് കംപ്ലീറ്റ് ഡൈനിങ് സ്പേസ് ആണ്. കയറിയ ദിവസം റൊട്ടിയും പരിപ്പ് കറിയും മുട്ട പുഴുങ്ങിയതും ചായയുമാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കാൻ പോവുക. ഇപ്പം കപ്പൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റും ഇല്ല, മൊബൈൽ ഫോണും ഒന്നുമില്ല. പക്ഷേ എൻ്റർടൈൻമെൻറ്റിന് ഒരു കുറവുമില്ല, അടിപൊളിയാണ്. ഷിപ്പാണ് കേട്ടോ അതിൻ്റെ പുറകെ കാണുന്ന സിന്ധു. ഇത് നമ്മൾ ഇതേ സിന്ധു തന്നെയാണ് എടുത്തിരിക്കുന്നത് ഡിഗ്ലിപൂർ ടു പോർട്ട് ബ്ലെയർ. അത് നമ്മൾ സിറ്റിംഗ് സീറ്റ് എടുത്തത്, കാരണം ഡേ ട്രാവലാണ്. രാവിലെ ഒരു 9 മണിക്ക് കയറിയിട്ട് 8 മണിക്ക് എത്തുന്നതാണ്. അതിന് നമുക്ക് വന്നിരിക്കുന്നത് 1500 രൂപ പെർ ഹെഡാണ് കേട്ടോ ടിക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിഗ്ലിപൂരിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്ക്, പോർട്ട് ബ്ലെയറിൽ ഡിഗ്ലിപൂരിലേക്ക് 12 hours ജേർണി. ബസ് അല്ലാണ്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും മാർഗ്ഗം, എൻജോയ് ചെയ്ത് പോകാനുള്ള മാർഗ്ഗമാണ് നമ്മുടെ സിന്ധു. എന്താ സംഭവം എന്ന് വെച്ചാൽ ബൈക്കിൻ്റെ കീ ഇതിൻ്റെ ഉള്ളിലാണ്, പക്ഷെ കായ് കാണാനില്ല. അപ്പോൾ ഞങ്ങൾ ആളത് പൊട്ടിക്കുക. ഓടിയിട്ടുള്ള പുതിയ വണ്ടിയാണ് അത്. ഈ സ്പ്ലെൻഡർ ഓടിച്ചിട്ട് നാളുകളായി. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. എല്ലായിടത്തും സ്കൂട്ടിയാണ് സാധാരണ റെഡി ഇടാറ്. അപ്പോൾ ഇതാണ് വണ്ടി. പിന്നെ പറയുകയാണെങ്കിൽ 24 hours ആണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ഡേ എടുത്തു കഴിഞ്ഞാൽ 400 രൂപ റെൻ്റ് ഉള്ളൂ കേട്ടോ. പോർട്ട് ബ്ലെയർ 500 ആയിരുന്നു, ഇതിവിടെ 400 രൂപ റെൻ്റേ ഉള്ളൂ. നമ്മൾ രാവിലെ ജെട്ടിയിലെത്തിയതിന് ശേഷം നേരെ ബസാറിലേക്ക് പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് 150 രൂപ ഓട്ടോന്. ബസാറിലേക്ക് ഒരു 20 മിനിറ്റ് എടുത്ത് അവിടുന്ന് ഒരു ബൈക്ക് റെൻറ്റിനെടുത്തു. അവിടുന്ന് നേരെ തിരിച്ച് ജെട്ടി വഴി തന്നെ തിരിച്ചു വരണം ഈ ടർട്ടിൽ റിസോർട്ടിലേക്ക്. ഇതൊരു ഗവൺമെൻറ് റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ ടർട്ടിൽ റിസോർട്ടിലേക്ക് ഏകദേശം 30 മിനിറ്റ് കറക്റ്റ് ഒരേ സ്ട്രെയിറ്റ് റോഡാണ്. ഇപ്പോൾ നമ്മളിവിടെ എത്തി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇവിടുത്തെ റൂം. ഒക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് റൂം. നല്ല ലാൻഡ്സ്കേപ്പ്, നല്ല ഹില്ലി ടോപ്പിലാണ് ഈ റിസോർട്ട് ഉള്ളത്. നല്ല ഒരു ബ്യൂട്ടിഫുൾ ആംബിയൻസ്. നമുക്കൊരു പ്രൈവറ്റ്, എല്ലാ റൂമിനും ഒരു പ്രൈവറ്റ് ഇതേപോലത്തെ ഒരു സിറ്റ് ഔട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഇനി ഇവിടെയായിരിക്കും നമ്മൾ 2 ദിവസം ഡിഗ്ലിപൂർ താമസിക്കുക. ഡിഗ്ലിപൂർ താമസിച്ചുകൊണ്ട് നമുക്ക് റോസ് ആൻഡ് സ്മിത്ത് ഐലൻഡിലേക്കൊക്കെ ഫെറി സർവീസ് ഉണ്ട്, അവിടേക്കൊക്കെ പോകാനാണ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് ഡിഗ്ലിപൂരിൽ നിന്ന് നമ്മൾ തിരിച്ച് ഫ്രൈഡേ നമ്മൾ വന്ന അതേ ഷിപ്പ് തന്നെ ഡേ ടൈമിലാണ് നമ്മൾ തിരിച്ച് പോർട്ട് ബ്ലെയറിലേക്ക് ബുക്ക് ചെയ്തത്. നമ്മളിപ്പോൾ ഡിഗ്ലിപൂർ എത്തിയിട്ട് നമ്മുടെ റിസോർട്ടിൽ നിന്നും 1 മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ടില്ല. അതായത് ഏകദേശം ഒരു 40-45 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ട് മഡ് വോൾക്കനോ കാണാൻ വന്നതാട്ടോ. നമ്മൾ കുറേ വോൾക്കനോ ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ മഡ് വോൾക്കനോ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ രണ്ടാളും കണ്ടിട്ടില്ല. അപ്പോൾ മഡ് വോൾക്കനോ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതൊരു ഇവിടെ എത്തിക്കഴിഞ്ഞ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലെന്ന് പറയാം, അങ്ങനത്തെ ഒരു സ്ഥലമാണ്.
ഏറെക്കുറെ ഒരു ഫോറസ്റ്റ് ട്രക്കിംഗ് പോലെയാണ്. ഇപ്പോൾ ഇതാ പോകുന്ന വഴി കാണിച്ചു കണ്ടില്ലേ, ഇതാണ് റൂട്ട്. താഴേക്ക് കുറേ വേരുകളും ഒക്കെ ഇട്ട് ഏകദേശം ഒരു കാട് ആംബിയൻസ് ആണ്. അജ്മൽ സ്റ്റിക്കൊക്കെ കളക്ട് ചെയ്ത് നടക്കുകയാണ്. കാരണം ഇത് കൊടും കാടായതുകൊണ്ട് നമുക്കറിയില്ലല്ലോ വല്ല മൃഗങ്ങളൊക്കെ ഉണ്ടോ. അതാ കണ്ടോ, കിട്ടുന്ന സ്റ്റിക്കൊക്കെ പെറുക്കി കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പം നടന്നിട്ടും തീരാത്ത അത്രയും കാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്. ഞങ്ങൾ രണ്ടാളും നടക്കുന്നുണ്ടോ. കുറേ കിളികളൊക്കെ കരയുന്ന വെച്ചേക്കല്ലേ നമുക്ക്. അജ്മൽ പട്ടിയൊക്കെ മുറുകെ പിടിച്ചിട്ടുണ്ട്. അതെ ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കന്നെ മഡ് വന്നു തുടങ്ങി. എന്താ അജ്മൽ ഈ കുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വോൾക്കാനോ ആണ്. ഇത് പുതിയ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. കണ്ടില്ലേ, ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ഇതിപ്പോൾ ആ ഡിറക്ഷനിൽ പോവുകയാണ്. മുന്നേ ഇതിലൂടെ പോയിട്ട് ഉണങ്ങിയ പാടുകൾ നമുക്ക് കാണാനുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ഭൂമീൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊള്ളിച്ച് വന്ന് പൊക്കള ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനത്തെ ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ, പല സ്ഥലത്തും നമുക്ക് കാണാം. ഇത് കണ്ടില്ലേ, ഇതതിന് മുൻപ് ഒലിച്ചിറങ്ങിയതായിരിക്കണം. ഇപ്പം അത് വെള്ളം പോലെ നിൽക്കുന്നുണ്ട്. ഇത് ഇവിടെ ആൻഡമാനിലെ ഈ ഡിഗ്ലിപ്പൂർ എന്ന് പറഞ്ഞ ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതന്നെ പോർട്ട് ബ്ലെയറിന്ന് ബാരാടാക്കിൽ ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ ഇവിടെയാണ് കൂടുതൽ. ഇത് നമ്മുടെ ഡിഗ്ലിപ്പൂരിൽ വന്നു കഴിഞ്ഞാൽ ബസാറിന് ഒരു 30-35 കിലോമീറ്റേഴ്സ് ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞൊരു സ്ട്രെയിറ്റ് വഴിയാണ് മഡ് വോൾക്കാനോത്തും. ഭയങ്കര ഫോറസ്റ്റാണ്. അതിനുള്ളിലേക്ക് ട്രക്ക് ചെയ്ത് പോകുന്നതോറും ഒന്നല്ല, ഇങ്ങനത്തെ ചെറുതും വലുതുമായിട്ട് പല സൈഡിലായിട്ട് ഇങ്ങനെ മഡ് ഒഴുകി കിടക്കുന്നതാണ്. നമ്മുടെ ലാവ ഒഴുകുന്നതിന് പകരം ഇവിടെ ഈ മഡാണ് ഒഴുകുന്നത് എന്നുള്ളതാണ് സ്പെഷ്യാലിറ്റി. ഇതിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീസൺ പോലെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് വലുതും ഇത്ര വലുപ്പം കണ്ടു, ഇത്ര ചെറുത് കണ്ടു. ചില സമയങ്ങളിൽ ഇതിലും വലുത് കാണാം. പിന്നെ നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, ഫ്രഷ് ആയിട്ട് ഇതങ്ങോട്ട് ഫുൾ ഡ്രൈ ആയിട്ടില്ലെങ്കിൽ നമ്മൾ കാല് വെക്കുമ്പോഴത്തേക്ക് പൂണ്ടു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ലല്ലോ ഈ കുഴി എവിടേക്കല്ല. അപ്പോൾ നമ്മൾ വാച്ച് യുവർ സ്റ്റെപ്പ് എന്നാണ് പറയല്ലോ. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ വാച്ച് ചെയ്ത് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ കുഴിയിൽ പോയി പോകും. നമ്മളിപ്പോൾ പോർട്ട് ബ്ലെയറിലൊക്കെ കണ്ട പോലെയല്ല, വേറെ തന്നെ ഒരു സ്ഥലം. ഭയങ്കര ഭംഗിയുള്ള തനി നാടൻ ഗ്രാമം എന്ന് പറയാം. പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. എല്ലായിടത്തും റോഡ് പണി നടക്കുന്നുണ്ട്. പിന്നെ നല്ല റോഡ്സാണ്. പിന്നെ എല്ലാ സൈഡിലും വളരെ കറക്റ്റ് ഇൻ്റർവെല്ലിൽ ഒരു ബ്ലൂ ബക്കറ്റ് കാണാം. ഇപ്പോൾ ഈ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാം. റോഡ് സൈഡിൽ നോക്കിയാൽ 2 സൈഡിലായിട്ടും ഒരു 500 മീറ്ററിൽ നീല ബക്കറ്റുകൾ. അതെന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് ബക്കറ്റ്സ് ആണ്. അപ്പോൾ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഡിഗ്ലിപ്പൂർ വില്ലേജ് സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു അത്ഭുതമായി തോന്നിയിട്ടോ. കാരണം പോർട്ട് ബ്ലെയറിലൊന്നും ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ക്രൂയിസ് ഷിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഷിപ്പിൽ പോവാത്ത ആളുകൾക്ക് ട്രൈ ചെയ്യാവുന്നൊരു ഷിപ്പാണ് ഈ സിന്ധു. വളരെ എക്കണോമിക് എന്നാൽ ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് നമുക്ക് പോവാം. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ. സോ ഇനി അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണുന്നത് വരെ ഇറ്റ്സ് അസ് സൈനിങ് ഓഫ് അപർണ ആൻഡ് അജ്മൽ.